മാധ്യമ മേഖലകളിലെ അതിരൂക്ഷമായ കിടമത്സരങ്ങൾ മൂലം ഏത് സംഭവവികാസത്തെയും അതിവൈകാരികമായി സമീപിക്കുകയും ചെറു വസ്തുതകളെ പോലും പർവ്വതീകരിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമശൈലി വളരെ വേഗത്തിലാണ് നമുക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും കിട്ടാത്ത വാർത്തകൾ എരിയും പൊളിയും ചേർത്ത് എത്രയും വേഗം പുറത്തെത്തിക്കുക എന്നത് മാത്രമായി മാധ്യമ ലക്ഷ്യം ചുരുങ്ങിപ്പോയിരിക്കുന്നു. ലഭ്യമായ വാർത്തകൾ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള ക്ഷമയോ സാവകാശമോ ഇവർ കാണിക്കാറുമില്ല. മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രാഥമിക മര്യാദകൾ പോലും മറന്നുകൊണ്ടുള്ള ഈ വിധം വാർത്താവതരണ ശൈലികളുടെ ഇരയായി മാറിയിരിക്കുകയാണ് കോഴിക്കോട്ടെ അർജുന്റെ കുടുംബം. മണ്ണിടിച്ചിലിൽ കാണാതെയായ അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടണേ എന്ന പ്രാർത്ഥനയിലാണ് ആ കുടുംബത്തോടൊപ്പം മനുഷ്യസ്നേഹികളെല്ലാം. അതിനിടയിലാണ് ആർക്കും കിട്ടാത്ത വാർത്തകൾ തേടിയുള്ള ചില മാധ്യമ വേഷധാരികളുടെ നെട്ടോട്ടങ്ങൾ അരങ്ങേറുന്നതും. അത്തരക്കാരാണ് അർജുന്റെ മാതാവിന്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് അസംബന്ധ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. അർജുനെ കാണാതായ ഹൃദയം നുറുങ്ങുന്ന വേദനകൾക്കിടയിലും സൈബർ അതിക്രമങ്ങൾക്കെതിരെ പോലീസിന്റെ സഹായം തേടണമെന്നുള്ള ഗതികേടിലാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ദുരന്ത മേഖലകളിൽ വളരെയധികം പക്വതയോടെ വേണം വാർത്തകൾ കണ്ടെത്താനും അവതരിപ്പിക്കാനും ശ്രമിക്കേണ്ടത്. പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് പുറമെ ഇപ്പോൾ യൂട്യൂബർമാർ അടക്കമുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും സജീവമായതോടെ മറ്റാർക്കും കിട്ടാത്ത വാർത്തകൾ അതിവേഗം പൊലിപ്പിക്കാനുള്ള അമിത വ്യഗ്രതയാണ് പലയിടത്തും അരങ്ങേറുന്നത്. കാണാതായ ഒരു മകനെ കുറിച്ചുള്ള നൊമ്പരത്തിനിടയിൽ തൊണ്ടയിടറി പറഞ്ഞ വാക്കുകളെ പോലും ദുർവ്യാഖ്യാനം ചെയ്ത് വാർത്തകൾ സൃഷ്ടിക്കുന്നവരെ എന്ത് വാക്കുകൾ കൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത്? ഈ വിധത്തിലുള്ള അസംബന്ധ വാർത്തകൾ പ്രചരിപ്പിച്ച 2 യൂട്യൂബ് ചാനലുകൾക്കെതിരെ അർജുന്റെ കുടുംബം ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിനിടയിലെ പരാമർശങ്ങൾ എഡിറ്റ് ചെയ്ത് തെറ്റായ വിധത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതായും അമ്മയുടെ സഹോദരിയുടെ ശബ്ദവും ദുർവ്യാഖ്യാനം ചെയ്ത് അവതരിപ്പിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. തന്റെ മകൻ അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ നഷ്ടമായി എന്നും അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴികൾ മണ്ണിട്ട് മൂടിയതിനാൽ പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥിതിയാണുള്ളതെന്നുമായിരുന്നു അമ്മ ഷീല മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. സൈന്യമെത്തിയപ്പോൾ വലിയ പ്രതീക്ഷയാണുണ്ടായത്, എന്നാൽ ആ പ്രതീക്ഷയും നഷ്ടമായി എന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. ഈ ഭാഗം മാത്രം അടർത്തിയെടുത്ത് സൈന്യത്തിനെതിരെ അർജുന്റെ കുടുംബം എന്ന മട്ടിൽ വാർത്ത നൽകി വൈറലാക്കാനാണ് ചില യൂട്യൂബ് ചാനലുകൾ ശ്രമിച്ചത്. അതോടെ വസ്തുതകൾ മനസ്സിലാക്കാതെ അർജുന്റെ കുടുംബം സൈനികരെ അപമാനിച്ചുവെന്നും ഇവർ ദേശവിരുദ്ധരാണെന്ന മട്ടിലുമുള്ള പ്രചരണങ്ങളുമായി ചിലർ രംഗത്തെത്തുകയും ചെയ്തു. ഈ വിധത്തിൽ അർജുന്റെ കുടുംബത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങൾ ഇവർ അഴിച്ചുവിടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കടുത്ത മനോവേദനകൾക്കിടയിലും ഇവർക്ക് പോലീസിൽ പരാതി നൽകേണ്ടി വന്നത്. ദുരന്തമുഖങ്ങളിലെ പല നിമിഷങ്ങളും അതിവൈകാരികതയോടെ ഊതിവീർപ്പിച്ച് സെൻസേഷണലായി അവതരിപ്പിക്കുന്ന കാഴ്ചകളാണ് സമീപകാലത്ത് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലടക്കം കണ്ടത്. ആകാശത്തിന് കീഴിലുള്ള സകല വിഷയങ്ങളെക്കുറിച്ചും വളരെയധികം പാണ്ഡിത്യത്തോടെ പ്രഭാഷണം നടത്തുന്നവരാണ് പല മാധ്യമ പ്രമുഖരും. തങ്ങളുടെ നിഗമനങ്ങൾക്കനുസരിച്ച് എമർജൻസി വിഭാഗങ്ങൾ പ്രവർത്തിക്കണമെന്ന പിടിവാശിയാണ് ഇവർക്കെല്ലാം ഉള്ളത്. ഈ വിധം അല്പവിഭവന്മാരുടെ അമിത ഇടപെടലുകൾ മൂലം വിദഗ്ധർക്ക് പോലും അവരുടെ ഡ്യൂട്ടികൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ കഴിയുന്നില്ലെന്ന് പോലീസ് സേനയിലെ ഉന്നതർക്ക് പോലും പലതവണയും തുറന്നു പറയേണ്ടതായും വന്നിട്ടുണ്ട്. അടുത്തിടെ ആമയിഴഞ്ചാൻ തോടിലെ രക്ഷാപ്രവർത്തനങ്ങളിലും ഈ വിധം കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ആ വിധത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ അത്യന്തം ആപത്കരമായ മറ്റൊരു വെർഷനാണ് അർജുനെ തേടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തന റിപ്പോർട്ടിങ്ങിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ പിടിച്ചിരുത്താനായി നിറം കലർത്തിയ വാർത്തകൾ നിരന്തരം നൽകാൻ മാധ്യമങ്ങൾ തമ്മിൽ വലിയ മത്സരത്തിലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സത്യങ്ങൾക്കൊപ്പം അർദ്ധസത്യങ്ങളും അസത്യങ്ങളും വരെ ഇവർക്ക് ചൂടുമാറാതെ നൽകേണ്ടതായും വരുന്നു. ഇതെല്ലാം വാർത്തകളുടെ വിശ്വസനീയതയാണ് അട്ടിമറിക്കുന്നത് എന്നത് പലപ്പോഴും ഇവർ വിസ്മരിക്കുകയുമാണ്. എന്തെല്ലാം ന്യായീകരണങ്ങൾ നിരത്തിയാലും അർജുന്റെ കുടുംബാംഗങ്ങൾക്ക് പോലീസ് സഹായം തേടേണ്ടി വന്ന സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അതേസമയം അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്തേക്ക് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും മറ്റു സംവിധാനങ്ങളും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പുഴയ്ക്കടിയിലെ സിഗ്നലുകൾ ലഭ്യമാകുന്ന ഐബോർഡ് നോയിഡയിൽ നിന്നും എത്തിച്ചിട്ടുമുണ്ട്. ഇതോടെ ഇനിയും കണ്ടെത്താനുള്ള അർജുനടക്കമുള്ള 3 പേരെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ അധികം വൈകാതെ ലഭ്യമാകുമെന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിദഗ്ധർ നൽകുന്ന സൂചനകളും.